بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെ മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൽ നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കാൻ നാം ഒരു പ്രതീക്ഷ വെക്കലും, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൽ നമുക്ക് അഭയം തേടേണ്ട കാര്യത്തിൽ നാം ഒരു ഉറപ്പ് വരുത്തലും, റബ്ബിനെ ഏൽപ്പിക്കേണ്ട പോലെ ഏൽപ്പിക്കലും, ഇതൊക്കെ ജീവിതത്തിൽ നിന്നും അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു സാധാരണ സാഹചര്യത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും വഴുതി വീണുകൊണ്ടിരിക്കുന്നത്. പൂർവികരെ സംബന്ധിച്ചിടത്തോളം ഇത് യഥേഷ്ടമുണ്ടായിരുന്നു. ഇല്ലായ്മകളെ മറികടക്കാൻ അള്ളാഹുവിലുള്ള ലയനമാണ് അവർ പരിഹാരമായി കണ്ടിരുന്നത്. അവർക്ക് അസാധ്യമെന്ന് കരുതിയിരുന്ന പലതിനെയും റബ്ബ് വഴി അവർ സാധിച്ചെടുക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ അവർ ജീവിച്ചു പോന്നു. മഹാന്മാരായ സ്വഹാബികളുടെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന പലതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിൽ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മുടെ മരവിച്ച മനസ്സിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈമാനികമായ പല ഉത്തേജനങ്ങളും അവിടെ സാധ്യമാണ്. നമുക്ക് വളരെയധികം പുരോഗമനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ശാസ്ത്രീയപരമായിട്ടുള്ള പിൻബലമില്ലാത്തതിനെ മുഴുവനും തള്ളുന്ന അവസ്ഥകളും വന്നിട്ടുണ്ട്. ആത്മീയതയുടെ അലൗകികമായ ഒരു ശോഭയെ നമ്മുടെ മനസ്സ് തിരിച്ചറിയാതെ പോകുന്നുമുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. പൂർവികരായ നമ്മുടെ ആളുകൾക്കൊക്കെ ആത്മീയത എന്ന വാക്ക് 10 പ്രാവശ്യം പറയുന്നതിനേക്കാളും അത് അനുഭവിക്കുക എന്നുള്ള ഒരു ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമുണ്ടായിരുന്നു. അനുഭവിക്കുക, എന്റെ അനുഭവമാണിത് എന്നവർ പറയും. ഞാൻ വിളിച്ചാൽ വിളിച്ചോടത്ത് എന്റെ റബ്ബുണ്ട് എന്നവർ പറയും. ഇത് സംബന്ധമായിട്ടുള്ള ചില വിശദാംശങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമല് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ആദ്യമായി ഒരു സംഭവം പറയാം. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവം. മഹാനായ ഇമാം ത്വബറാനിയുടെ അദ്ദുആ എന്ന കിതാബിൽ ഈ ഹദീസ് നമുക്ക് കാണാനും കഴിയും. സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്കിടയിൽ ഒരുപാട് സമ്പർക്കങ്ങൾ ഉണ്ടായിട്ടുള്ള മഹാനാണ്. മഹാനവറുകൾ അവിടുത്തെ സമ്പർക്കം വഴി ജനങ്ങളുടെ ക്ഷേമം, അവരുടെ സാധാരണ ജീവിതത്തിന്റെ നിത്യ ആവശ്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി ഓരോരുത്തരുടെയും സ്വകാര്യതയിലെ പ്രിയപ്പെട്ടവനായിരുന്നു സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു. അതായത് എന്തും തുറന്നു പറയാൻ ഓരോരുത്തരും മഹാനവറുകളെ ഒരു പ്രത്യേക വാത്സല്യത്തോടെ സമീപിച്ചിട്ടുണ്ട് എന്നതാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ സെയ്ദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും ഉദ്ധരിക്കുകയാണ്. ബൈനമാ ഉമറു യുഅരിദു നാസ ഇദൻ ഹുവ ബിറജുലിൻ മഅഹു ബിൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആളുകൾക്കിടയിൽ ഒരു വാപ്പയെയും ഒരു ചെറിയ കുട്ടിയെയും കണ്ടു. ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ചെറിയ മകനുമായി പോകുന്നു. ആ വാപ്പയും മകനും രൂപത്തിൽ വല്ലാതെ സാദൃശ്യത തോന്നുന്നു. സ്വാഭാവികമാണ് വാപ്പയും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും രൂപത്തിൽ സാദൃശ്യത തോന്നാം. പക്ഷെ ഈ കുട്ടിയും വാപ്പയും തമ്മിലുള്ള സാദൃശ്യത അത്ഭുതപ്പെടുത്തുന്ന സാദൃശ്യത. നമ്മൾ പറയാറില്ല, അദ്ദേഹത്തെ കൊത്തിവെച്ച പോലെയാണ് അദ്ദേഹത്തിന്റെ മകൻ എന്ന് പറയാറുണ്ട്. അതേ പുരികം, അതേ ചുണ്ടുകൾ, അതേ മൂക്ക്, അതേ ചിരി, ഇങ്ങനെ പറഞ്ഞ് എല്ലാ രീതിയിലും സ്വാഭാവികമായും ഈ സഹോദരന്റെ മകൻ ആ കൊത്തിവെച്ച പോലെ എന്ന ആ ഒരു പ്രകൃതത്താൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടു. രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നത് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒരു തമാശയിലൂടെ ഇരുവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരു വർത്താനം പറഞ്ഞു. റഅയ്തു ഗുറാബൻ ബി ഗുറാബിൻ അസ്ബഹ ബിഹാദാ മിൻക.
ഒരു കാക്ക എന്ന പക്ഷി അതിന്റെ കുഞ്ഞും എത്രമാത്രം സാദൃശ്യതയുണ്ടോ അതുപോലെ ഞാൻ ഇതുപോലെ സാദൃശ്യമായ ആരെയും കണ്ടിട്ടില്ല. തള്ളയും കുഞ്ഞും ഒരുപോലെ ഇരിക്കുന്നു എന്ന് പറയുന്ന പോലെ നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് ഇത്രയും സാമ്യതയും സാദൃശ്യതയും തോന്നുന്നു എന്ന് സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു. ആ സ്വഹാബി സഹോദരൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ, അമാ വല്ലാഹി യാ അമീറുൽ മുഅ്മിനീൻ മാ വലദതുഹു ഉമ്മുഹു ഇല്ലാ മൈതതൻ. എന്റെ ഈ മോനെ ഇവന്റെ ഉമ്മ പ്രസവിക്കുന്നത് ജീവനില്ലാത്ത അവസ്ഥയിലാണ്. ഈ കുട്ടി ജനിച്ചു വീഴുന്നത് മയ്യിത്തായിട്ടാണ്. അങ്ങനെ ഒരു അത്ഭുത ബാലനാണ് ഈ കുട്ടി എന്ന് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബിനോട് ആ സഹോദരൻ പറയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സഹോദരന് ഈ കുട്ടിയെക്കുറിച്ച് ധാരാളം പറയാനുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിലേക്ക് വളരെയധികം താല്പര്യപൂർവ്വം കേൾക്കാൻ വേണ്ടി ഒരു ശ്രോതാവായി ഇരുന്നു കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഹദ്ദിഥ്നി, എന്താണ് സംഭവം? ഈ കുഞ്ഞിനെ അതിന്റെ ഉമ്മ പ്രസവിക്കുമ്പോൾ ജീവനില്ലാത്ത അവസ്ഥയിൽ ഒരു മയ്യിത്തായാണ് പ്രസവിച്ചത് എന്നൊക്കെ പറഞ്ഞല്ലോ, എന്താ സംഭവം എന്ന് സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, തങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ ഒരിക്കൽ യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ ഞാനും യുദ്ധത്തിന് പോയിരുന്നു. യുദ്ധത്തിന്റെ ഏറ്റവും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന അവസ്ഥയില് കുടുംബം ഉപേക്ഷിച്ച് അള്ളാന്റെ ദീനിന് വേണ്ടി പലരും പോകുന്ന കൂട്ടത്തിൽ ഞാനും പോയി. അന്നേരം എന്റെ ഭാര്യ ഗർഭിണിയാണ്, പൂർണ്ണ ഗർഭിണിയാണ്. ഞാൻ വീടിന്റെ പടിവാതിൽ വിട്ട് ഇറങ്ങാൻ നേരം അവൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, തഖ്റുജു വതദഉനി അലാ ഹാദിഹിൽ ഹാല ഹാമിലൻ മുസ്ഖില. പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ യുദ്ധത്തിന് പോവാണോ? നല്ല കാര്യം. പക്ഷേ ഞാനൊരു പരിപൂർണ ഗർഭിണിയാണ്. മാത്രവുമല്ല ശാരീരികമായ പല പ്രയാസങ്ങളും എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത്രയും ഒരു ക്ലേശ സന്ദർഭത്തിൽ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അൽഹംദുലില്ലാ, ദീനിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ യുദ്ധത്തിന് പോവാൻ തീരുമാനിച്ചു, പോയിക്കോളൂ എന്ന് പറഞ്ഞു. മഹാനായ സ്വഹാബി പറയാണ്, ഞാൻ ആ സമയം എന്റെ പ്രിയപ്പെട്ടവളുടെ നേരെ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, പെണ്ണെ, നീ പേടിക്കണ്ട, നിന്റെ വയറ്റിലെ കുഞ്ഞിനെ അള്ളാനെ ഞാൻ ഏൽപ്പിച്ചിട്ടാ പോണത്, അള്ളാഹു ആ കുഞ്ഞിനെ സൂക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് മഹാനായ സ്വഹാബി യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയാ, ദിവസങ്ങളോളം നീണ്ടു നിന്ന ആ യുദ്ധവും യാത്രയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് എന്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഏകദേശം കുറെ നാളുകളായിട്ടുണ്ടാവും, ഒരു മാസത്തിലൊക്കെ അധികമായിട്ടുണ്ടാവാം. എന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ വീടിന്റെ മുൻവശമൊക്കെ കരിയില വീണ് കിടക്കുന്ന മുറ്റം, അതുപോലെ തന്നെ പ്രധാന വാതിലിന്റെ ഭാഗത്ത് മാറാല കെട്ടി നിൽക്കുന്നു. ഒരു ജനവാസമില്ലാത്ത പോലെ ഒരു വീടിനെ കണ്ടാൽ എങ്ങനെയോ അങ്ങനെയാണ് എന്റെ വീട്. ഞാൻ യുദ്ധമൊക്കെ കഴിഞ്ഞ് കുറെ നാളുകൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ എന്റെ വീട് കണ്ടപ്പോ ആകെ മുഷിഞ്ഞു കിടക്കുന്ന പരിസരം. ഞാൻ ആ സമയം വാതിലിന്റെ സമീപത്തേക്ക് ചെന്നു, മാറാലകൾ തട്ടിമാറ്റി. ആ സമയം മുഗ്ലഖ്, എന്റെ വീടിന്റെ പ്രധാന കവാടം അടച്ചുപൂട്ടപ്പെട്ടിരിക്കുക. ഞാൻ അവിടെയുള്ള ആളുകളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എന്റെ വീട് ഇങ്ങനെ അടഞ്ഞു പൂട്ടി കിടക്കുന്ന അവസ്ഥയില്, ആൾതാമസമില്ലാത്ത പോലെ? എന്റെ ഭാര്യ എവിടെ പോയി എന്ന് ചോദിച്ചു. ജനങ്ങൾ പറഞ്ഞു, മാത്തത്ത്, അവള് മരിച്ചുപോയി. ഗർഭിണിയായ ആ സഹോദരി പ്രസവത്തിന് മുമ്പേ മരണപ്പെട്ടിരുന്നു. അങ്ങനെ എന്റെ ഭാര്യയെ മറവ് ചെയ്തിരിക്കുന്ന ഖബർസ്ഥാനിലേക്ക് ഞാൻ നടന്നു. പ്രസവത്തിന് മുമ്പ് ഗർഭിണിയായിരിക്കെ അവള് മരിച്ചു, അവളെ മറവ് ചെയ്തു. എന്റെ ഭാര്യയെ മറവ് ചെയ്തിരിക്കുന്ന ഖബർസ്ഥാനിലേക്ക് ഞാൻ നടന്നു. ആ സമയം എനിക്ക് സങ്കടം സഹിക്കാവതല്ല, ഞാൻ വാവിട്ട് കരഞ്ഞു. ആ ഖബറിന്റെ സമീപം നിന്ന് ഞാൻ വാവിട്ട് കരഞ്ഞുപോയി. അങ്ങനെ ഞാൻ എന്റെ ദുഃഖങ്ങൾ കടിച്ചമർത്തി. അന്നത്തെ സായാഹ്നത്തിൽ എന്റെ കുടുംബത്തിലെ എന്റെ പിതാവിന്റെ സഹോദരന്റെ മക്കൾ, എന്റെ കൊച്ചാപ്പ മുത്താപ്പമാരുടെ മക്കളുമായി ഞാൻ ഒരു ഒഴിഞ്ഞ പ്രദേശത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കാം. ഇശ കഴിഞ്ഞ നേരമാണ്. ഞാൻ ഇപ്പോൾ എന്റെ കൊച്ചാപ്പ മുത്താപ്പയുടെ മക്കളുമായി സംസാരിക്കുന്ന ആ ഭാഗത്ത് നിന്നും ഒന്നങ്ങോട്ട് നോക്കിയാൽ ഒരു മരമോ ഒരു മതിലോ ഒരു ബിൽഡിങ്ങോ മറയില്ലാതെ എനിക്ക് ഡയറക്റ്റ് എന്റെ ഭാര്യയെ മറവ് ചെയ്തിരിക്കുന്ന ആ ഖബർസ്ഥാൻ കാണാനും പറ്റും. അങ്ങനത്തെ ഒരു സ്ഥലത്ത് അന്നത്തെ സായാഹ്നത്തിൽ എന്റെ കൂടപ്പിറപ്പുകളായ കൊച്ചാപ്പ മുത്താപ്പമാരുടെ മക്കളുമായി ഇരുന്ന് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കാം. സമയം ഇശ കഴിഞ്ഞ നേരമാണ്. ആ സമയത്ത് സംസാരത്തിന്റെ ഇതിൽ എന്റെ ദുഃഖങ്ങൾ മറന്നുകൊണ്ടിരിക്കാൻ ഞാൻ
പെട്ടെന്ന് ആ ഖബർസ്ഥാനിന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ തീനാളം പ്രത്യക്ഷമാകുന്നത് ഞാൻ കണ്ടു. ആ സമയത്ത് ആ തീനാളം കൊണ്ട് പരിസരം മുഴുവൻ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അമ്പരപ്പോടെ, ഒരു ഭയത്തോടുകൂടെ ആ ഭാഗത്തേക്ക് ഒരു നിമിഷം നിശബ്ദമായി അവർ നോക്കി നിന്നു. ഞാൻ ചോദിച്ചു, മാഹാദിഹിന്നാർ, അല്ല സഹോദരങ്ങളെ, എന്താണ് അവിടെ ആ ഒരു വലിയ തീ വന്നത്? അവര് എല്ലാവരും അതിനെ ഭയക്കുന്ന പോലെ മിണ്ടാതെ എല്ലാവരും ശിഥിലമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങ് പോയി. ആരും എനിക്ക് മറുപടി തന്നില്ല. ഈ കൂട്ടത്തില് എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാള്, ഒരു കൊച്ചാപ്പാടെ മോനുണ്ട്. അദ്ദേഹത്തോട്, ഒരു എളാപ്പാന്റെ മോനുണ്ട്, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് സഹോദര ഈ പറയപ്പെട്ട രീതിയിൽ വലിയ ഒരു പ്രകാശം വന്ന് എല്ലാവരും നിശബ്ദമായിരിക്കുന്ന നേരത്തെ ആ ഖബർസ്ഥാൻ ഒരു തീജ്വാല കൊണ്ട് നിറഞ്ഞത്, എന്താണ് ഇപ്പോൾ അവിടെ സംഭവിച്ചത്? എന്റെ കൊച്ചാപ്പാടെ മോൻ, ആ പ്രിയപ്പെട്ട സഹോദരൻ എന്നോട് പറഞ്ഞു, അതൊരു ഖബറിൽ നിന്നും ഈ രാത്രിയുടെ നേരം വൈകിയ നേരത്ത് വരുന്ന പതിവായി കാണുന്ന ഒരു തീയാണിത്. കുറഞ്ഞ നാളുകളെ ആയിട്ടുള്ളൂ ഇങ്ങനെ കാണപ്പെടുന്നത്. ആ ഖബർ ഒരു മഹദിയായ സൂഫിയത്തായ ഒരു പെണ്ണിന്റെ ഖബറാണ്. ആ ഖബറിൽ നിന്നും ഇങ്ങനെ തീയും പ്രകാശം വരും. ഇത് പറയാൻ ആർക്കും ധൈര്യമില്ല, ഞാനായിട്ട് ഇത് പറയുന്നതാ എന്ന് പറഞ്ഞ് മഹാനായ ആ സ്വഹാബിയുടെ പിതാവിന്റെ സഹോദരന്റെ മകൻ, ഏറ്റവും അടുപ്പമുള്ള സഹോദരൻ, അദ്ദേഹം ഇത് പറഞ്ഞപ്പോ മഹാനവറുകൾ ഉടൻ തന്നെ പറഞ്ഞു, ഫഖുൽതു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചോനെ, എന്തൊരു അത്ഭുതമായി കേൾക്കുന്നത്. സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബിനോട് സംഭവങ്ങൾ വിവരിക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ ഇങ്ങനെ നിശബ്ദരായി കേട്ട് നിൽക്കാണ്. അമാ വല്ലാഹി ഇൻ കാനത് ലസവാമതൻ ഖവാമതൻ അഫീഫതൻ മുസ്ലിമതൻ. ഒരുപാട് കാലം നിരന്തരം നോമ്പെടുത്ത, രാത്രികൾ ഹയാത്താക്കി നിസ്കരിച്ച് രാവ് ഹയാത്താക്കിയ നല്ല ഒരു സദ്വൃദ്ധയായ സദാചാര നിഷ്ഠയുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരിയുടെ ഖബറാണ് ഈ തീജ്വാല കൊണ്ട് പാതിരാവിൽ എല്ലാവരും ഭയന്നു പോകുന്ന പോലെ ഈ പ്രകാശത്തിൽ ആ പരിസരം മുഴുവൻ കുളിച്ചു നിൽക്കുന്നത്. ഏതായാലും പ്രിയപ്പെട്ട ആ സഹോദരൻ എന്റെ കയ്യെ പിടിച്ചുകൊണ്ട് എന്റെ ഭാര്യയെ മറവ് ചെയ്തിട്ടുള്ള ആ ഖബർസ്ഥാനിലേക്ക് ഈ അത്ഭുതം കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. ഞങ്ങൾ കുറെ അങ്ങ് നടന്നു. അവിടെ എത്തി പോകുന്ന വഴിയില് ഞാൻ ഒരു മൺവെട്ടി തൂമ്പ കയ്യിൽ എടുത്തിരുന്നു. ഒരു ഖബറിൽ നിന്നും ഇങ്ങനെ വെളിച്ചമൊക്കെ വരുമ്പോ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്നോർത്ത് ഞാൻ അതുമായി പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പ്രകാശവും വെളിച്ചവും തീയും ഒക്കെ വന്ന ആ ഖബറിന്റെ ഭാഗത്ത് തൊട്ടടുത്തെത്തിയപ്പോൾ അതിങ്ങനെ തുറന്ന് മണ്ണ് ഇടിഞ്ഞു കിടക്കുന്ന രീതിയിൽ ആ ഖബർ കാണാനിടയായി. ഞാൻ അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ പ്രകാശത്തിന്റെ പ്രസരിപ്പിൽ ഒരു സഹോദരി, ഒരു സ്ത്രീ അവിടെ എഴുന്നേറ്റ് ഖബറിൽ ഇങ്ങനെ ചാരിയിരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടത്. ഇത് ഇമാം തൊബറാനിയുടെ കിതാബ് ദുആയിലുള്ള സംഭവമാണ് ഈ പറയുന്നത്. അങ്ങനെ ആ പെണ്ണവിടെ ചാരിയിരിക്കുകയാണ്. മാത്രമല്ല, ആ ഖബറിൽ നിന്നും ഒരു വലിയ ജലപ്രവാഹം പോലെ പ്രകാശപ്രവാഹം ഇങ്ങനെ പരിസരത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. ഈ പ്രകാശത്തിൽ ഞാനും എന്റെ കൊച്ചാപ്പയുടെ മകനുമായി ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു അശരീരി കേട്ടു. അയ്യുഹൽ മുസ്തൗദിഉ റബ്ബഹ്, റബ്ബിനെ, പ്രിയപ്പെട്ട ഭാര്യയുടെ വയറ്റിലെ കുഞ്ഞിനെ നോക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു പോയി യുദ്ധത്തിന് പോയി വന്ന പ്രിയ സ്വഹാബിയെ, പ്രിയ സഹോദര, ഒരു അശരീരി കേൾക്കാൻ അവിടുന്ന്. ഖുദ് വദിഅതക, ഈ ഖബറിൽ ചാരിയിരിക്കുന്ന ആ സഹോദരിയുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട്, അതിനങ്ങ് വാങ്ങിക്കോ, അങ്ങ് മുന്നോട്ട് ചെന്നത് വാങ്ങിക്കോ. നിങ്ങൾ ആരാണെന്ന് അള്ളാഹുവിനെ അറിയാം. യുദ്ധത്തിന് പോകുമ്പോൾ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ഭാര്യയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ അള്ളാനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാ നിങ്ങൾ പോയത്. ഈ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന ഖബറിന്റെ അകത്ത് ഭിത്തിയോട് ചാരിയിരിക്കുന്ന ആ സഹോദരിയുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ വാങ്ങിക്കും. ആ കുഞ്ഞ് അള്ളാഹു സൂക്ഷിച്ച കുഞ്ഞാണ്. അമാ വല്ലാഹി ലൗ ഇസ്തൗദഅത ഉമ്മഹു, അന്ന് നിങ്ങൾ യുദ്ധത്തിന് പോകാൻ നേരത്ത് ഗർഭിണിയായ നിങ്ങളുടെ ഭാര്യയോട് പറയാണ്, കുഞ്ഞിനെയും കുഞ്ഞിന്റെ ഉമ്മയെയും അള്ളാനെ ഞാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പോയിരുന്നതെങ്കിൽ ആ മരണം അവിടെ സംഭവിക്കുമായിരുന്നില്ല. നിങ്ങൾക്ക് കുഞ്ഞിനെയും കിട്ടുമായിരുന്നു, നിങ്ങൾക്ക് കുഞ്ഞിന്റെ ഉമ്മയായ നിങ്ങളുടെ ഭാര്യയെയും കിട്ടുമായിരുന്നു. നിങ്ങൾ കുഞ്ഞിനെ അള്ളാനെ ഏൽപ്പിച്ചു എന്നും പറഞ്ഞാ പോയത്. ഇവിടെ ഏൽപ്പിക്കലിന്റെ ശക്തിയാണ്. ആ ഏൽപ്പിക്കലിന്റെ ശക്തി
അള്ളാഹു ഏറ്റെടുത്തോടത്ത് കാണുന്ന ഒരു അത്ഭുതമായി ഈ സംഭവത്തെ നമുക്ക് കാണാം. ഏതായാലും കുഞ്ഞിനെ ഞാൻ അവിടെ നിന്ന് വാങ്ങി. ആ ഖബറിന്റെ അകത്ത് നിന്ന് എത്രയോ നാളുകൾക്ക് മുമ്പ് മരണപ്പെട്ട എന്റെ ഭാര്യയുടെ പ്രസവത്തിലൂടെ എനിക്ക് അന്ന് കിട്ടേണ്ട കുഞ്ഞിനെ എനിക്ക് ഇന്ന് കിട്ടി. ഈ കുഞ്ഞിനെ പ്രസവിക്കാതെ ഗർഭിണിയായ ഭാര്യ ഗർഭാവസ്ഥയിൽ മരണപ്പെട്ടതിന് പകരം ആ പെണ്ണ് പ്രസവിച്ചാൽ കിട്ടുന്ന കുഞ്ഞ്, പെണ്ണ് ഗർഭിണിയായി മരിക്കുമ്പോൾ കുഞ്ഞും സ്വാഭാവികമായും മരണത്തോടൊപ്പം തന്നെയാണ് ചേർക്കപ്പെടുന്നത്. പക്ഷെ എനിക്ക് എന്റെ യുദ്ധം കഴിഞ്ഞ് വന്ന സമയത്ത് ഈ കുഞ്ഞിനെ ആ ഖബറിൽ നിന്ന് കിട്ടി. വഅദൽ ഖബ്റു കമാ കാന ഫഹുവ വല്ലാഹി ഹാദാ യാ അമീറൽ മുഅ്മിനീൻ. ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയാണ് റളിയല്ലാഹു അൻഹു, എന്നിട്ട് ആ ഖബർ പഴയ അവസ്ഥയിലേക്ക് തന്നെ കൂടുകയും സങ്കോചിക്കുകയും ആ വിടവ് നികന്നു പോവുകയും പ്രകാശം കിട്ടുപോവുകയും ചെയ്തു. കുഞ്ഞിനെയുമായി ഞാൻ വീട്ടിലേക്ക് പോന്നു. ആ കുഞ്ഞാണ് അമീറുൽ മുഅ്മിനീൻ. എന്നെ പോലെ തന്നെ കൊത്തിവെച്ച പോലെ എന്റെ കൂടെ കാണുന്ന ഈ കുഞ്ഞ് ആ മോനാണെന്ന് ആ സ്വഹാബി പറ്റിയും പറയാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൽ ഏൽപ്പിക്കേണ്ട പോലെ ഏൽപ്പിച്ചോടുത്ത് മഹാന്മാരായ സ്വഹാബികൾ അത്ഭുതം കണ്ടിട്ടുണ്ട്. ധാരാളം സംഭവങ്ങൾ. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു സംഭവം കാണുന്നുണ്ട്. മഹാനായ ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മഹാനായ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ അന്നഹു ദക്കറ റജുലൻ മിൻ ബനി ഇസ്രായേൽ, ഇസ്രായേലി സമൂഹത്തിൽ ജീവിച്ച ഒരു മഹാനായ മനുഷ്യൻ. സഅല ബഅല ബനി ഇസ്രായേൽ അൻ യുസ്ലിഫഹു അൽഫ ദീനാർ, 1000 ദീനാർ കടം വാങ്ങാൻ വേണ്ടി പലരെയും തേടി നടന്നു ഈ ഇസ്രായേലി സഹോദരൻ. അങ്ങനെ ആരുടെയും കയ്യിൽ നിന്ന് കിട്ടിയില്ല. അവസാനം ഒരാൾ കൊടുക്കാൻ തീരുമാനിച്ച ആള് ആവശ്യപ്പെട്ടത്, ഈ കടം ഞാൻ നിനക്ക് തരുമ്പോൾ നീ സാക്ഷിയെ നിർത്തണം, ഷഹീദിനെ നിർത്തണം, ഷാഹിദിനെ നിർത്തണം, സാക്ഷിയെ നിർത്തണം, എന്നാൽ നിനക്ക് ഞാൻ കടം തരാമെന്ന് ഏറ്റു. അപ്പോൾ ഈ ഇസ്രായേലി സഹോദരൻ പറഞ്ഞു, ഉസ്ഹിദുഹും ഫഖാല കഫാ ബില്ലാഹി ഷഹീദ, അള്ളാഹുവാണ് സാക്ഷി, അള്ളാഹു ഷഹീദാണ്, സാക്ഷിയാണ്, അള്ളാഹിനെ ഞാൻ സാക്ഷിയാക്കിയിട്ട് കടം വാങ്ങാൻ വന്നവനാണെന്ന് പറഞ്ഞു. ഇസ്രായേലി സഹോദരനോട് കടം കൊടുക്കാൻ തയ്യാറായ ആള് പറഞ്ഞു, കുഴപ്പമില്ല, എന്നാൽ അള്ളാഹിനെ നീ സാക്ഷിയാക്കിക്കോ, അതോടൊപ്പം തന്നെ ഒരു ജാമ്യക്കാരനും വേണം, സാക്ഷിയും വേണം, ജാമ്യക്കാരനും വേണം. അപ്പോൾ ഇസ്രായേലി സഹോദരൻ കടം വാങ്ങാൻ വന്ന ആള് പറഞ്ഞു, കഫാ ബില്ലാഹി കഫീല, ജാമ്യക്കാരനായിട്ടും അള്ളാഹു മതി, എന്നാൽ ഞാൻ തൃപ്തനാണ്, സാക്ഷിയായും ജാമ്യക്കാരനായും അള്ളാഹുവിനെ നീ ഏർപ്പാടാക്കുമ്പോൾ അതിൽ ഞാൻ തൃപ്തനാണെന്ന് കടം കൊടുക്കുന്ന ആളും പറഞ്ഞു. സ്വീകരിക്കുന്ന ആൾക്ക് കൊടുക്കുന്ന ആളുടെ മുന്നിൽ വലിയ പ്രയാസമില്ലാതെ സാക്ഷിയെയും ജാമ്യക്കാരനെയും കിട്ടി. നമ്മളാണ് ഈ ഡയലോഗ് പറയുന്നെങ്കിൽ ഒരു പക്ഷേ കടം തരാൻ പോകുന്നവന് ഏറ്റുകൊള്ളണമെന്നില്ല. കാരണം നമ്മൾ എത്രമാത്രം അള്ളാഹുവിനെ സാക്ഷിയാക്കി അള്ളാഹുവിനെ ജാമ്യക്കാരനാക്കി പറയുന്നു എന്നത് നമുക്കും ബോധ്യമാണ്, നമുക്ക് കേൾക്കുന്നവർക്കും ബോധ്യമാണ്. ഇത് കേൾക്കുന്ന ആൾക്ക് പറയുന്ന ആൾ അത്രയും ബോധ്യായി. കാരണം മൂപ്പര അത്രയും അള്ളാഹുവിൽ അചഞ്ചല വിശ്വാസമുള്ള ആളാണെന്ന് ശരിക്കും വരുത്തി തീർക്കുന്ന ഒരു ജീവിത ശൈലി ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 1000 ദീനാറ് കൊടുക്കുകയും ആ 1000 ദീനാർ തിരിച്ചു കൊടുക്കേണ്ട ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് കൊടുത്തു. ഇലാ അജലിൻ മുസമ്മ, തിരിച്ചേൽപ്പിക്കേണ്ട ആ ഒരു പീരീഡ്, ആ ഒരു ടൈമും കൂടി ഇതോടൊപ്പം പറഞ്ഞു ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കടം വാങ്ങിയ ആൾക്ക് ഒരു പുഴയുടെ അക്കരയാണ് ജോലിയുള്ളത്. ആ പുഴയുടെ അക്കരയ്ക്ക് ഇദ്ദേഹം തോണിയോ മറ്റോ സഹായം തേടി ചെങ്ങാടമോ മറ്റോ സംഘടിപ്പിച്ചിട്ട് വേണം അപ്പുറ കടക്കാൻ. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, കടം വാങ്ങി 1000 ദീനാറുമായി ഇസ്രായേലി സഹോദരൻ പുഴ കടന്ന് അപ്പുറത്തേക്ക് ജോലിക്ക് പോയി. ഫഖറജ ഫിൽ ബഹർ ഫഖളാ ഹാജത്തുഹു, ഈ 1000 ദീനാർ കൊണ്ട് നടക്കേണ്ട ആവശ്യം നടത്തുകയും ചെയ്തു. അങ്ങനെ ഈ 1000 ദീനാർ തിരിച്ച് ഏൽപ്പിക്കേണ്ട ഡേറ്റ് അടുത്തു. അപ്പോഴേക്കും ഈ 1000 ദീനാർ തന്റെ തൊഴിൽ മുഖേന അദ്ദേഹത്തിന് സമ്പാദിക്കാനും കഴിഞ്ഞു. പുഴയുടെ അക്കരെയുള്ള തൊഴിൽ മുഖേന സമ്പാദിക്കാനും കഴിഞ്ഞു. അദ്ദേഹം ഈ തൊഴില് ചെയ്ത് ഉണ്ടാക്കിയ 1000 ദീനാറിനെ കടം കൊടുത്തവന് തിരിച്ച് ഏൽപ്പിക്കണമല്ലോ. അതിനുവേണ്ടി പുഴയ്ക്ക് ഇപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ചു. അവിടെ വന്ന് യാത്രക്ക് പറ്റിയ തോണിയോ ചങ്ങാടമോ എന്തെങ്കിലും കിട്ടോ എന്ന് അപ്പോഴും നോക്കി.
പക്ഷേ അദ്ദേഹം വാക്ക് പറഞ്ഞ ടൈമിന് തിരിച്ചു കൊടുക്കാൻ, അങ്ങോട്ട് തിരിച്ച് ഈ പുഴ കടന്ന് അപ്പുറത്തേക്ക് പോവാൻ ഇപ്പോ നിലവിൽ ഒരു സൗകര്യവും ഇല്ല. പടച്ചോനെ, കുടുങ്ങി. വാക്ക് പാലിക്കണോലോ, പറഞ്ഞ സമയത്ത് തന്നെ എത്തിക്കണോലോ. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് അതിന് പറ്റുന്നതായ കാര്യങ്ങളെ അദ്ദേഹം ആലോചിക്കുകയാണ്. അപ്പോഴുണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു മുള, ഇല്ലി പോലെ ഒരു മുള എന്ന് പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും. ഈറ്റ മുള പോലെയുള്ള ഒരു ചെറിയ തടിക്കഷ്ണം കണ്ടു. അതിനെ അദ്ദേഹം എടുത്തിട്ട് അതിൽ ദ്വാരം ഉണ്ടാക്കി. സ്വാഭാവികമായും മുളക്കഷ്ണങ്ങൾക്കുള്ളിൽ ഒരു ദ്വാരമുണ്ടതൊന്ന് തുറക്കാൻ ശ്രമിച്ചു. അത് തുറക്കാൻ ശ്രമിച്ചത് തുറന്ന ശേഷം അദ്ദേഹം അതിൻ്റെ അകത്ത് ഈ 1000 ദീനാറ് ഇട്ടുവെക്കുകയും അതോടൊപ്പം തന്നെ താൻ ആരിൽ നിന്നാണോ ഈ കടം സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ അഡ്രസ് ഒരു പേപ്പറിൽ, ഒരു കടലാസിൽ എഴുതി, അതിൻ്റെ അകത്ത് ഒരു കുറിപ്പിൽ എഴുതി, അതിൻ്റെ അകത്ത് അദ്ദേഹം വിവരങ്ങളൊക്കെ ഒരു കത്തായി എഴുതി വെച്ചിട്ട് ഈ മുള ദ്വാരമുണ്ടാക്കിയ ഭാഗം അടയ്ക്കുകയും അദ്ദേഹം അതിന്റെ ആ ഭാഗമൊക്കെ അടക്കി നല്ല വൃത്തിയാക്കി അദ്ദേഹം വെച്ചിട്ട് ആ മുളയിൽ 1000 ദീനാറുമുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ലെറ്ററുമുണ്ട്. ഇതും വെച്ചുകൊണ്ട് അദ്ദേഹം പുഴയുടെ സമീപത്തേക്ക് ചെന്നു. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ദുആ ചെയ്തു. അല്ലാഹുമ്മ ഇന്നക തഅലമു അന്നി കുന്തു തസല്ലഫ്തു ഫുലാനൻ അൽഫ ദീനാർ. അല്ലാഹുവേ, നിനക്കറിയാം ഞാൻ ഇന്ന ആളിൽ നിന്നും 1000 ദീനാർ കടം വാങ്ങിയതാണ്. ഞാൻ കടം വാങ്ങിയിട്ട് പറഞ്ഞ അവധി ഇതാ എത്തുകയുമാണ്. ഏതാനും സമയം കൂടിയുള്ളൂ ആ കടം പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കേണ്ട അവധി തീരാൻ. അദ്ദേഹം അന്ന് കടം എനിക്ക് തരുമ്പോൾ ഒരു സാക്ഷി വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ നീയാണ് സാക്ഷി എന്ന് പറഞ്ഞിരുന്നു. അല്ലാഹ്, ഒരു ജാമ്യക്കാരൻ വേണമെന്ന് പറഞ്ഞപ്പോൾ നീയാണ് ജാമ്യക്കാരനെന്നും ഞാൻ പറഞ്ഞിരുന്നു. അല്ലാഹ്, നീയാണ് സാക്ഷിയും നീയാണ് ജാമ്യക്കാരനുമെന്ന് ഞാൻ പറയുമ്പോ പ്രിയപ്പെട്ട എനിക്ക് കടം തന്ന സഹോദരൻ അത് തൃപ്തിയോടുകൂടെ സ്വീകരിച്ചിരുന്നു. അല്ലാഹ്, അദ്ദേഹം തൃപ്തിയോടുകൂടെ അത് സ്വീകരിച്ചിരുന്നതിന്റെ പേരിൽ പടച്ച റബ്ബേ, എനിക്ക് ആ മനുഷ്യനോടുള്ള വാക്ക് പൂർത്തീകരിച്ചേ പറ്റൂ. സമയത്ത് തന്നെ അത് അവിടെ എത്തണം. അല്ലാഹ്, ഞാൻ ഇവിടെ വന്നിട്ട് ഈ കരയിൽ കുറെ ശ്രമിച്ചു ഒരു തോണിയോ ചങ്ങാടമോ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് കിട്ടിയില്ല. കടം തിരിച്ചേൽപ്പിക്കേണ്ട സമയം വൈകാതിരിക്കാൻ ഞാനിപ്പോ കണ്ടിരിക്കുന്ന മാർഗം ഈ മുളക്കഷ്ണത്തിന്റെ അകത്ത് ആ പണവും അതോടൊപ്പം ഒരു കത്തും വെച്ച് ഭദ്രമായി വെള്ളം കയറാതെ അടച്ചിട്ട് ഈ പുഴയിലൂടെ ഒഴുക്കങ്ങോട്ട് വിടാം എന്ന് തീരുമാനിച്ചത്. അതവിടെ എത്തണം, സമയത്ത് എത്തണം, അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ കിട്ടണം. ഈ കടം വീട്ടൽ മാർഗത്തിൽ ഞാൻ എന്റെ റബ്ബിനെ ഏൽപ്പിച്ച ഈ രീതിയിൽ എന്റെ ഉത്തരവാദിത്തത്തിൽ ഞാൻ കുറവ് വരുത്തി എന്ന് അദ്ദേഹത്തിന് തോന്നാൻ പാടില്ല. അത്ര ഭംഗിയായി ഈ കാര്യം ഇവിടെ കൈകാര്യം ചെയ്യപ്പെടണം. ആരെയും പറഞ്ഞേൽപ്പിക്കാനില്ല. വൈകൂല അല്ലാഹ്, ഞാൻ ഇപ്പൊ തന്നെ വീണ്ടും ശ്രമിക്കാണ് ഒരു ചങ്ങാടം കിട്ടിയാൽ അക്കരയ്ക്ക് കടക്കാൻ. ആദ്യം തന്നെ സമയത്തിന് ഈ എത്തേണ്ട പണം അവിടെ എത്തണം. ഞാൻ നിന്നെ ഏൽപ്പിക്കാ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അദ്ദേഹം ആ മുളക്കഷ്ണത്തെ വെള്ളത്തിലേക്ക് എറിഞ്ഞു. അത് ഒഴുകി എത്തണമല്ലോ. അപ്പോഴുണ്ട് താൻ കടം കൊടുത്ത പണം തിരിച്ച് കിട്ടേണ്ട സമയം ആവാനായി. അപ്പോ കടം കൊടുത്ത ആള് പുഴക്കക്കരയ്ക്ക് പോയ, കടം വാങ്ങിപ്പോയ ആളെ പ്രതീക്ഷിച്ചുകൊണ്ട് പുഴയുടെ അരികിൽ വന്ന് നിൽക്കാം. അവൻ വരുന്ന ഏതെങ്കിലും വാഹനമോ അല്ലെങ്കിൽ അവൻ കൊടുത്തയച്ച ആളോ തന്റെ 1000 ദിനാറുമായി വരുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പുഴയുടെ അരികിലേക്ക് കടം കൊടുത്ത ആള് കാത്തു നിൽക്കാം, അവിടെ വന്ന് നിൽക്കാം. പുഴയുടെ അരികിൽ വന്ന് നിൽക്കുന്ന ആള് ആ സമയത നോക്കിയപ്പോൾ നല്ല മനോഹരമായ രീതിയിൽ പുഴയുടെ ഓളങ്ങളിലൂടെ ഒരു മുളക്കഷ്ണം തത്തിക്കളിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ മുളക്കഷ്ണം കണ്ടപ്പോൾ അതിൽ ആകൃഷ്ടനായി. മനോഹരമായ മുളക്കഷ്ണം, അതെടുക്കാം, വീട്ടിൽ കൊണ്ടുപോയാൽ
തീ കത്തിക്കാനോ മറ്റോ ഉപയോഗിക്കാം എന്ന് കരുതി അയാള് ആ മുളക്കഷ്ണം എടുത്തു കുടുംബത്തിൽ കൊണ്ടുപോകാമെന്നോർത്ത് ഹതബൻ വിറകായി ഉപയോഗിക്കാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നല്ലൊരു മുളക്കഷ്ണമാണല്ലോ, അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് തോന്നി. ആ മുളക്കഷ്ണത്തെ വെള്ളത്തിൽ നിന്ന് അദ്ദേഹം എടുത്തിട്ട് ഫലമാൻ നശറഹ വീട്ടിൽ ചെന്ന് മുളക്കഷ്ണം അടുപ്പിൽ വെക്കാൻ വേണ്ടിട്ട് പൊളിച്ചപ്പോ വജദൽ മാല വസ്വഹീഫത 1000 ദീനാറും അതോടൊപ്പം ഒരു കത്തും അതിന്റെ അകത്തുനിന്ന് കിട്ടി. ഇനി മറുവശം പറയാം, ഇദ്ദേഹം ഈ മുളക്കഷ്ണം സ്വീകരിച്ച് ആ പണവും കൈപ്പറ്റി അദ്ദേഹം അവിടെ ഈ കത്ത് വായിച്ചുകൊണ്ട് തന്റെ കടം കൊടുത്ത പണം തിരിച്ചു വന്നതാണെന്ന് മനസ്സിലാക്കി സംതൃപ്തിയോടുകൂടെ സമയം പാലിച്ച ആ സഹോദരൻ അള്ളാഹുവിൽ ഏൽപ്പിച്ചിട്ടാണ് ഇതിവിടെ എത്തിയതെന്ന് കടം കൊടുത്തവന് പരിപൂർണമായി ബോധ്യമായി. കടം വാങ്ങിക്കൊണ്ടുപോയതിന്റെ ഉത്തരവാദിത്ത ബോധം അള്ളാഹിനെ ഏൽപ്പിച്ചു. ആ പണം കറക്റ്റായി ഇവിടെ എത്താനുള്ള വഴി ദുർഘടമാണ്, ഒരു മുളക്കഷ്ണം ഇവിടെ എത്തായെന്നത്. പക്ഷെ അദ്ദേഹം അതിൽ അള്ളാഹിനെ ഏൽപ്പിച്ചതിൽ വിജയിച്ചു എന്നൊരു അത്ഭുത പ്രതീതിയോടുകൂടെ ഈ മുളക്കഷ്ണത്തിൽ നിന്നും പണവും കത്തും സ്വീകരിച്ച് ഇങ്ങനെ ഇരിക്കാം. അപ്പോഴുണ്ട് കടം വാങ്ങിക്കൊണ്ടുപോയ ആൾക്ക് അപ്പോഴും ടെൻഷനായിരുന്നു. ഞാൻ വാഹനം കിട്ടാത്തതിന്റെ പേരിലാ ഈ ഇത്രയും സങ്കീർണമായ ഒരു മാർഗം അവലംബിച്ചത്. ഒരു വാഹനം ഇനിയാണെങ്കിലും കിട്ടിയാൽ ഞാൻ എനിക്ക് കടം തന്ന് സഹായിച്ച സഹോദരനെ നേരിട്ട് കണ്ടതൊന്ന് പറയാനും കൂടി പോവാ. ഒരു പക്ഷേ ഞാൻ എന്റെ കയ്യിൽ ഒരു 1000 ദീനാർ വേറെയും കരുതണം. കാരണം മുളക്കഷ്ണത്തിലൂടെ ഞാൻ വെച്ചുകൊടുത്ത് പണം ഇവിടെ എത്തിയ ആ രീതി അദ്ദേഹത്തിന് തൃപ്തിയല്ലെങ്കിൽ ഞാൻ വേറെ 1000 ദീനാർ കൊടുത്തേ പറ്റൂ. അങ്ങനെ ആ സഹോദരൻ പുഴയുടെ അക്കരെ കുറെ അന്വേഷിച്ചപ്പോ 2-3 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു വാഹനം കിട്ടി. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയാണ്, ഫമാ വജത്തു മർകബൻ ഖബല അല്ലദി അതൈതു ഫീഹി ഖാല ഹൽ കുൻത ബഅസ്ത ഇലയ്യ ബിശ്ശൈ. അങ്ങനെ വാഹനം കിട്ടി അദ്ദേഹം ഇപ്പുറത്തെത്തിയപ്പോഴേക്കും കടം തിരിച്ചു ഏൽപ്പിക്കേണ്ട ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമാണ്. കടം തന്ന സഹോദരന്റെ വീട്ടിലേക്ക് ഞാൻ എത്തി. ഒരു തോണിയോ വഞ്ചിയോ എന്തോന്ന് കിട്ടി. 2-3 ദിവസം വൈകിയ കിട്ടിയത്. കടം തിരിച്ചേൽപ്പിക്കേണ്ട ഡേറ്റിന് ശേഷം കിട്ടി. അങ്ങനെ ഞാൻ ധൃതിയിൽ പുഴ കടന്ന് ഞാൻ ഇപ്പുറത്തെത്തി. എനിക്ക് കടം തന്ന സഹോദരന്റെ വീട്ടിലേക്ക് എത്തി. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, സമയം വൈകിയോ? ഞാൻ നിങ്ങളുടെ പണം കയ്യിൽ കരുതിയിട്ടുണ്ട്. അപ്പോൾ കടം കൊടുത്ത ആള് ചോദിച്ചു, എന്തിനാണ് നീ ഇനി പണവുമായി ഇങ്ങ് വന്നത്? എടോ, താങ്കൾ കൊടുത്തയച്ച ആ 1000 ദീനാർ എന്റെ കയ്യിൽ സുരക്ഷിതമായി ഇവിടെ എത്തിയിട്ടുണ്ട്. താങ്കൾ സ്വാഭാവികമായും പുഴയുടെ അക്കരത്ത് നിന്ന് ഇക്കരയ്ക്ക് വരാൻ വൈകി എങ്കിലും നിങ്ങൾ സമയബന്ധിതമായി ആ കടം വീടാനുള്ള സമയത്തെ പൂർത്തീകരിച്ച് കൃത്യമായി കൃത്യനിഷ്ഠയോടുകൂടെ അത് തിരിച്ചേൽപ്പിച്ചു. അതുകൊണ്ട് താങ്കൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് താങ്കൾ എനിക്ക് 1000 ദീനാർ ഇങ്ങോട്ട് ഒഴുക്കി തന്നതിനെ അള്ളാഹ് ഇവിടെ എത്തിച്ചിരുന്നു. ഇനി രണ്ടാമത് വേറെ 1000 ദീനാർ ആ സംവിധാനത്തിൽ എനിക്ക് തൃപ്തിയില്ലായിരുന്നു എന്ന് കരുതി നീ തരേണ്ടതില്ല. നീ രണ്ടാമതും ഞാൻ ആ കടം സ്വീകരിച്ചതിനെ മുളക്കഷ്ണത്തിൽ കിട്ടിയ പണം കൊണ്ടായതിന്റെ പേരിൽ തൃപ്തനല്ലാന്ന് ഓർത്ത് നീ വേറെ തരൊന്നും വേണ്ട. ഫൻസരിഫ് ബിൽ അൽഫി ദീനാർ റാഷിദ. ഇപ്പൊ നീ രണ്ടാമത് കൊണ്ടുവന്ന ദീനാറിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് അത് മതി, എന്റെ കടം വീടാൻ ആ ഒരു സംവിധാനത്തിൽ ഞാൻ തൃപ്തനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സന്തോഷത്തോടുകൂടെ തിരിച്ചയച്ചു. ഇസ്രായേലി സമൂഹത്തിൽ ഇത്ര കണ്ട് ആത്മവിശ്വാസത്തോടെയും തവക്കുലിന്റെ മനോഭാവത്തോടുകൂടെയും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ജീവിച്ച ഒരു സൂഫിയുടെ കഥ പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരി അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ഈ ഏൽപ്പിക്കൽ കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കുള്ളതൊക്കെ അള്ളാന്റെ അടുത്തുണ്ട്. റാസിഖാണ് അള്ളാഹ്. അവന്റെ അടിമക്കുള്ള റിസ്ക് അത് ഭക്ഷണം മാത്രമല്ല, പണം മാത്രമല്ല, നമ്മുടെ ആവശ്യ നിർവഹണത്തിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലുണ്ട്. അത് ചോദിച്ച അള്ളാഹ് തരും. നമുക്ക് ഈ ഭൂമിയിൽ ആവശ്യമുള്ള, ദുനിയാവിൽ ആവശ്യമുള്ള ഏത് കാര്യത്തിനും ഒറ്റ വാക്കിൽ പറയാവുന്ന ഒരു പ്രയോഗമാണ് റിസ്ക്. റാസിഖായ അള്ളാഹു തന്റെ അടിമക്ക് കൊടുക്കുന്ന എന്തിനേയും പറയാം റിസ്ക്. അത് സാഹചര്യമായിരിക്കും.
അത് അള്ളാഹുവിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്ന ഏതൊരു കാര്യവും അത് റിസ്ഖാണ്. അത് അള്ളാഹു തരും. അത് ഓരോരുത്തർക്ക് അള്ളാഹു ഇവിടെ വെച്ചിട്ടുണ്ട്. ചോദിച്ചോ തരും, ചോദിച്ചാലും തരും, ചോദിച്ചില്ലെങ്കിലും തരും. ചിലത് ചോദിച്ച് തന്നെ വാങ്ങേണ്ടി വരും, ചോദിച്ചു കിട്ടും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലു ഫീ കിതാബിൻ മുബീൻ. സൂറത്ത് ഹൂദ്. ഏതൊരു ജീവിക്കും അതിനുള്ളത് അള്ളാഹ് വെച്ചിട്ടുണ്ട്, കണക്കാക്കിയിട്ടുണ്ട്. അത് അള്ളാഹു തരുമെന്ന് ഖുർആൻ. അള്ളാഹു അത് പൂർത്തീകരിക്കുമെന്ന് ഖുർആൻ. അത് പൂർത്തീകരിക്കാതെ എവിടെ പോവാം? അത് പൂർത്തീകരിച്ച് കിട്ടോ ഇല്ല എന്നുള്ള കാര്യത്തില് നമ്മൾ ഇതുവരെ ഉണർന്നിട്ടില്ല. നമ്മൾ ഉണർന്നേ പറ്റൂ. തവക്കൽതു ഫീ റിസ്ഖി അലല്ലാഹി ഖാലിഖി وأيقنت أن الله لا شك رازقي فإن يكن من رزق فليس يفوتني ولو كان في قاع البحار العوامق ففي أي شيء تذهب النفس حسرة وقد قسم الرحمن رزق الخلائق. അല്ലാഹു തരാനുള്ളതിൽ വിശ്വാസം വേണേ. മഹത്തായ ഒരു കവിത കേട്ടോളൂ. തവക്കൽതു ഫീ റിസ്ഖി അലല്ലാഹി ഖാലിഖി. എന്നെ പടച്ച അല്ലാഹുവിൽ അവൻ എനിക്ക് തരാൻ വെച്ചിരിക്കുന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പ് കരുതുകയാണ്. അവൻ തന്നിരിക്കും, അവൻ എന്നെ ഏൽപ്പിക്ക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്റെ റബ്ബിൽ ഞാൻ എല്ലാം ഏൽപ്പിച്ചു. എന്റെ റിസ്ഖിന്റെ കാര്യത്തിൽ എനിക്ക് ഭയമില്ല. വഅയ്ഖൻതു അന്നല്ലാഹ ലാ ശക്ക റാസിഖി. എനിക്ക് ഉറപ്പാണ് ഈ ദുനിയാവിൽ എനിക്ക് എന്തൊക്കെ കിട്ടാനുണ്ടോ അത് തരാനുള്ളത് അല്ലാഹ് മാത്രമാണ്. അല്ലാഹ് തന്നിരിക്കും. അല്ലാഹ് വാക്കുപാലിക്കുന്നവനാ. പ്രതീക്ഷിക്കുന്നോടത്ത് ഇഷ്ടവും സ്നേഹവുമുള്ള അല്ലാഹു തന്റെ അടിമയുടെ പ്രതീക്ഷയെ തകർക്കുകയില്ല. വല്ലതും അവൻ എനിക്ക് കണക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കിട്ടിയിരിക്കും. അങ്ങനെയുണ്ടല്ലോ. ഇപ്പൊ ഒരു വീട്ടില് 3 മക്കളുണ്ട്. 2 പേര് സ്കൂളിൽ പോയി, ഒരാൾ സ്കൂളിൽ പോയിട്ടില്ല. അവര് സ്കൂൾ വിട്ട് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു മധുര പലഹാരം ഉമ്മാന്റെ കൈ കിട്ടി. അങ്ങനെ ഒരാൾക്കത് വീട്ടിലുള്ള ആൾക്ക് കൊടുത്തു, ബാക്കി 2 പേർക്കുള്ളത് ഉമ്മ എടുത്തു വെക്കും. അപ്പൊ ഉമ്മാന്റെ കയ്യിലുണ്ടെങ്കിൽ അത് എടുത്തു വെക്കും എന്നുള്ളൊരു പ്രതീക്ഷ മക്കൾക്കുണ്ടാവണം. ആ ഉമ്മ കൊടുക്കും. ഖാലിഖായ തമ്പുരാൻ ആ ഉമ്മയെക്കാളും എത്രയോ അപ്പുറത്താണ്. അവന്റെ സൃഷ്ടിയുടെ ഇടയിൽ ഈ ഒരു കരുണയുടെ ബോധവും ഈ ഒരു കൊടുക്കലിന്റെ ബോധവും ഉണ്ടെങ്കിൽ, കാരുണ്യവാനായ റസാഖായ അല്ലാഹ് വാരിക്കോരി കൊടുക്കുന്നവൻ, അവന്റെ കയ്യിൽ വല്ലതും എനിക്കായി നിശ്ചയിച്ചു വെച്ചതിലായി ഉണ്ട് എങ്കിൽ എനിക്കൊരിക്കലും അത് നഷ്ടപ്പെടൂല. അത് ഏത് അറ്റത്താണേലും ആഴക്കടലിന്റെ ഏറ്റവും വലിയ ഇരുട്ടറയുടെ അകത്താണ് എങ്കിലും എനിക്ക് കണക്കാക്കിയത് അവിടെയാണെങ്കിലും അത് എനിക്ക് കിട്ട തന്നെ ചെയ്യുമേ. ഓ ശരീരമേ, ഓ മനുഷ്യന്റെ മനസ്സേ, നീ എന്തിനാ സങ്കടപ്പെടുന്നത്? ഖാലിഖായ തമ്പുരാൻ, റഹ്മാനായ തമ്പുരാൻ നമ്മുടെ റിസ്ഖിനെ കൃത്യമായി വീതമാക്കി നമ്മുടെ ഓഹരിയെ അവൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് സ്വന്തം നഫ്സിനെ സമാധാനിപ്പിച്ചുകൊണ്ട് മഹാനായ കവി വളരെ മനോഹരമായ ഭാഷയിൽ നമ്മുടെ മുന്നിൽ അള്ളാഹുവിൽ ഏൽപ്പിക്കേണ്ടതിന്റെ ഗൗരവത്തെ കുറിച്ച് ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമുക്ക് വളരെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ ഒരു ഉറപ്പുള്ളൂ. അള്ളാഹുവിലുള്ള കാര്യത്തിൽ ഉറപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഒരു അവസ്ഥ മുസ്ലിമീങ്ങളിൽ വ്യാപകമായി വരുന്നത് വിശ്വാസം കുറയുന്നിടത്താണ്.
മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്നാണ് മിക്കവാറും ചില ഹദീസുകളിൽ കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗം ഉള്ളത്? അള്ളാഹുവിലും അന്ത്യദിനത്തിലും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണം, മനുഷ്യന് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, അള്ളാഹനെ ഏൽപ്പിക്കലില്ല. ജീവിതത്തിന്റെ നിഖില നിമിഷങ്ങളിലും ഈ ഏൽപ്പിക്കൽ ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് വചനങ്ങൾ, പരിശുദ്ധ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കേട്ടോളൂ, ഞാൻ അവസാനിപ്പിക്കാം. ഇമാം അബൂ ദാവൂദിന്റെ സുനനിൽ ഈ ഹദീസ് കാണാം. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി മൻ ഖാല ഇദാ അസ്ബഹ വ ഇദാ അംസാ, പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്ന് പറഞ്ഞാൽ സുബഹി കഴിഞ്ഞും മഗ്രിബ് കഴിഞ്ഞും ഏതെങ്കിലും ഒരാള് ആരെങ്കിലും ഓതിയാൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം, ഈ ദിക്ർ ഓതിയാൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം, ഈ ദിക്ർ സുബഹി കഴിഞ്ഞും മഗ്രിബ് കഴിഞ്ഞും ഓതിയാൽ. ഇമാം അബൂ ദാവൂദിന്റെ സുനനിൽ സയ്യിദുനാ റസൂലുള്ളാഹി എത്ര വട്ടം ഓതണം? 7 വട്ടം ഓതിയാൽ 7 മർറാത്ത്, 7 വട്ടം ഓതിയാൽ കഫാഹുല്ലാഹു തആല മാ ഹമ്മഹു, അവനെ അലട്ടുന്ന ഏത് മാനസിക, ശാരീരിക, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിലും അള്ളാഹു പരിഹരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി വെറും 7 വട്ടം ഈ ദിക്ർ ചൊല്ലിയാൽ മതി. സുബഹി കഴിഞ്ഞും മഗ്രിബ് കഴിഞ്ഞും എന്താണ് ദിക്ർ? ഹസ്ബി അല്ലാഹ്, അല്ലാഹ് മതി എനിക്ക്, അല്ലാഹ് മതി എനിക്ക്, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാത്ത ഒരു ആരാധ്യനില്ല, അലൈഹി തവക്കൽതു, എത്ര വലിയ മല ഇടിഞ്ഞു പൊളിഞ്ഞു വന്നാലും ആകാശം തകർക്കപ്പെട്ട് താഴെ വീണാലും ഞാൻ എന്റെ റബ്ബിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, വഹുവ റബ്ബുൽ അർശിൽ അലീം, അവാജ്യമായ വർണ്ണനക്കപ്പുറത്തുള്ള വിശാലമായ അർശിന്റെ അധിപനാണവൻ, ആ അല്ലാഹുവിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ ദിക്ർ സുബഹി കഴിഞ്ഞ് 7 വട്ടം മഗ്രിബ് കഴിഞ്ഞ് 7 വട്ടം ഒരാൾ ചൊല്ലിയാൽ അവനെ അലട്ടുന്ന ശാരീരിക, സാമ്പത്തിക, മാനസികമായ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ, അല്ലാഹുവേ ഞങ്ങൾക്ക് അമൽ ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ കബൂലാക്ക് തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. അല്ലാഹുവേ നീ തന്ന എല്ലാ നിഅമത്തുകളും ഞങ്ങളിൽ നീ നിലനിർത്തണേ അല്ലാ. ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ റഹ്മാനെ നീ തന്നിട്ടുണ്ട്, നിന്നെ അനുസരിക്കാത്തതിന്റെ പേരിൽ നീ തിരിച്ചു വാങ്ങല്ലേ അല്ലാ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ, ഇത് കാണുന്നവർ, കേൾക്കുന്നവർ, റബ്ബേ ദുആ വസിയത്ത് ഏൽപ്പിച്ച ഒരുപാട് ആളുകൾ, എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹസ്നാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗികൾക്ക് ആശ്വാസം നൽകണേ അല്ലാ. കുടുംബത്തിലും കുടുംബക്കാരിലും സന്തോഷങ്ങൾ നിലനിർത്തണേ അല്ലാ. കടബാധ്യതകളുള്ളവരുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കടങ്ങള് വീട്ടണം അല്ലാ. പ്രവാസികളെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ അടുപ്പിക്കണേ അല്ലാ. ആഖിബത്ത് നന്നാവാൻ നീ തൗഫീഖ് നൽകുക അല്ലാ. മരണപ്പെട്ട എല്ലാവരുടെയും ഖബർ സ്വർഗമാക്കണേ അല്ലാ. പലരുടെയും ആണ്ട് ദിവസങ്ങളാ വന്നുകൊണ്ടിരിക്കുന്നത്, റബ്ബേ എല്ലാവരുടെയും ഖബർ വിശാലമാക്കണം അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.